നമോ ഭഗവതേ വാസുദേവായ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകുമാരി. ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദ്വിതീയ സ്കന്ധം ഭഗവത് ഭജനാരംഭം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ സച്ചിദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിന് ശേഷം നല്ലൊരു കഥാസാരം കല്യാണശീലേ ശുഖമൗലി മാലികേ ബാലേ എന്നതു കേട്ട നേരം ശാരിക പൈതൽ ദാനം നന്ദിച്ചു ജഗന്നാഥം വന്ദിച്ചങ്ങരുൾ ചെയ്താൾ. ഭഗവത് ഭജനാരംഭം. പരക്ക സുഖാസനയിരിക്കും ഋഷികളാൽ ഒരു പ്രേരിതൻ ശുഗൻ അകക്കാമുണർന്നുടൻ പരബ്രഹ്മത്തെ സകലേഷു സംഗ്രഹത്തെ ഇങ്ങ് ഉറച്ചു കണ്ട് ആചാര്യപദദ്വന്ദ്വാഗ്രം കൂപ്പി സമർപ്പിച്ച് ഒന്നായി തെളിഞ്ഞിരിക്കും നരവരപ്രമുഖ്യൻ തന്നോടരുൾ ചെയ്തത് മന്ദം മന്ദം. ഭൂപതേ തവ ചോദ്യം എത്രയും നല്ലോന്നിതു പാപനാശനകരം പവിത്രമത്യത്ഭുതം. അത്യാസന്ന മൃത്യുവായുള്ളോർക്കിതു യോഗ്യം തന്നെ, വാസനയുള്ളോർക്ക് കുറഞ്ഞിടുമന്നേരത്തേവും. ബോധമുറ്റുറപ്പവരെങ്കിലോ പലവിധം ബോധക ശ്രോതവ്യങ്ങളുണ്ടല്ലോ ശാസ്ത്രങ്ങളിൽ എന്നതിലെല്ലാറ്റിനും നല്ലതായി വന്നുകൂടുന്നു ഫലം ഭഗവത് ഭജനത്താൽ. സകല ഭൂതങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമ ചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം തദ്രൂപങ്ങൾ ചേതസി സദാകാലം സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതും അനുദിനം വ്യാജമെന്നിയെ പല ജാതിയും ഭഗവാനെ മനസാ വാചാ പരികർമ്മണ ശീലിപ്പതും മാനുഷജന്മത്തിങ്കൽ നല്ലതു പുരുഷാർത്ഥം സാധിച്ചു ജീവൻ മുക്തരായി വിളങ്ങിയിടും മഹാബോധികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നോരങ്ങനെ നിത്യം സുഖസേവ്യം ആയിരിപ്പോന്നു തദ്ഗുണമഹിമകൾ. ഞാനും അവണ്ണം ഗുണാതീതനെന്നിരിക്കലും മാനസാനന്ദം പൂണ്ടു ശീലിച്ചേൻ തൽകീർത്തനം. അതിനെ പ്രതിപാദിച്ചിടുന്നു ഭാഗവതമധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ. അപ്പുരാണത്തെ മമതാതനാം വേദവ്യാസൻ മുൽപ്പാടു ചമച്ച് എന്നെ എപ്പേരും പഠിപ്പിച്ചു. തൽപ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്കു ഞാൻ ഉൾപ്പൂവിൽ അത്യാനന്ദസിദ്ധിതം ചൊല്ലാമല്ലോ. വ്യക്തമാമതിൻ കൃഷ്ണചരിതം മനോരമ്യം എത്രയും സുഖസാധ്യമെന്നു കേട്ടിരിക്കുന്നു. തച്ചരിതാനന്ദ പീയൂഷപാനത്തെ കൊണ്ട്
സൽകൃതദ്വന്ദ്വം വിട്ടുമുക്തനായി വരും ജീവൻ വിസ്തരിച്ചത് ചൊല്ലിക്കേൾപ്പതിന്നേതും കാലവിസ്താരം മതിയല്ലെന്നുൾത്താരിൽ ശങ്കിക്കേണ്ട. ഖഡ്വാങ്കനെന്നുള്ളൊരു രാജർഷി ശ്രേഷ്ഠൻ പണ്ടു ദിഷ്ടതയാലെ ദൈവാനുഗ്രഹ ബലവശാൽ പൃഥ്വിയിലിനി ജീവിച്ചിത്ര നാളിരിപ്പോരെന്ന് ഉൾത്താരിലറിഞ്ഞ് സംക്രാന്തി മാത്രാലപ്പോൾ മറ്റുള്ള സകല സംഘങ്ങളെ നിവർത്തിച്ചു മുറ്റിയിടും ഭഗവത് ഭക്ത്യാനന്ദ രീത്യാതൂർണം. മുക്തനായി പുരുഷാർത്ഥം സാധിച്ചാനലസാതെ സപ്തവാസരമായുസ്സുണ്ടല്ലോ ഭവാനിപ്പോൾ. അപ്പോഴോ ഭഗവത് ഭക്തി പ്രവൃത്തിക്കു കാലം ഇപ്പോഴിങ്ങിവിടെ പോരാഞ്ഞേതും ഖേദിക്കേണ്ട. ഭക്തിമാർഗത്തെ പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ ഉൾത്താരിലുറപ്പോളം കേട്ടാലും വഴി പോലെ. മർത്യനാമവൻ മൃത്യുകാലമിങ്ങടുത്തു സന്നിഗ്ധമെന്നിയേ ദൃഢചിത്തനായിരിപ്പവൻ വിഗ്രഹാദ്യഖില സംഘങ്ങളും ത്യജിച്ചുടൻ സദ്ഗൃഹത്തിങ്കൽ നിന്നു സ്വസ്ഥനായി നിവൃത്തനായി തീർത്ഥസ്നാനങ്ങൾ കൊണ്ടു ദേഹശുദ്ധിയും മുഹുരാത്മശുദ്ധിയെ ക്ഷേത്രോപാസനാദ്യങ്ങൾ കൊണ്ട് ചേർത്ത് അതിവിവിക്ത ദിവ്യസ്ഥലം പ്രാപിച്ചിരുന്ന് ആസ്തയാ ജിതാസന സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രാണായാമശീലനായി മനോജയ സ്വാന്തനായൻ അനുദിനം ഇന്ദ്രിയജിതനായി ചിത്തകാമ്പുറപ്പോളം ഈശ്വരധ്യാനം ചെയ്ത് മുക്തനായി തൽസാമീപ്യം പ്രാപിച്ചിടണമല്ലോ. ഭക്തനാം നിനക്കും അവണ്ണം ഈശ്വരധ്യാനം ഉൾത്താരിലുറപ്പിപ്പാൻ കാലമായി വന്നിതിപ്പോൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.